അപ്പോൾ സിലബസ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് സിലബസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വൈഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നും, കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ്. ഹായ് ഓൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. കേരള PSCയുടെ ഇപ്പോൾ ചേർന്നിരിക്കുന്ന പുതിയ യോഗ തീരുമാന പ്രകാരം 56 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പായിരിക്കുകയാണ്. അതായത് PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള യോഗ തീരുമാനത്തിൽ വന്നിരിക്കുകയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസ്, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ നിങ്ങൾ അറിയേണ്ടതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റ് ആണല്ലേ, ഇതിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും? അതിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് physics as one of the subject conferred or recognized by any of the universities in Kerala. Graduation in science, അതായത് BSc physics നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഫിസിക്സ് എന്തായിരിക്കണം, അതിൽ വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് BSc മാത്സ് എടുത്ത ഒരാൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും, BSc ഫിസിക്സ് എടുത്ത ആൾക്ക് എന്തായാലും പറ്റും. കെമിസ്ട്രി എടുത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾ ഫിസിക്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, അത് കൂടാതെ രണ്ടാമതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BTech awarded by recognized by any of the universities in Kerala എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BTech അത് ഏത് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടില്ല, എനി ബ്രാഞ്ച്. നിങ്ങൾ ഏത് BTech കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് കഴിഞ്ഞുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിങ് ഓഫ് 3 years. അത് മാത്രമല്ല, വിത്ത് 3 years professional experience in central or state government service or in public sector undertaking or registered private sector undertaking after acquiring the basic qualification prescribed for the post in the field of engineering in which the candidate has earned the diploma എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നല്ല പറഞ്ഞത്, ഡിപ്ലോമ കഴിഞ്ഞിട്ട് 3 year പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്. ഓക്കെ, 3 year പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതാവാം, PSUവിൻ്റെതാവാം, ഇനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൈവറ്റിൻ്റെതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഏതിലാണോ വർക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഏതിലാണോ ഡിപ്ലോമ ഉള്ളത് അതേ ഫീൽഡിൽ തന്നെ ആയിരിക്കണം വർക്ക് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡിലായിരിക്കണം നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടത്. അതല്ല നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിലായിരിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഡിപ്ലോമക്കാർക്ക് മാത്രമേ ഉള്ളൂ, BTechൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അതേപോലെ എക്സ്പീരിയൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ മെട്രോളജി ഷാൽ ബി കൺസിഡേർഡ് ഈക്വലന്റ് ടു ദ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് കൺസിഡർ ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ സ്റ്റേറ്റ്, സെൻട്രൽ, PSU, പിന്നെ പ്രൈവറ്റ്, രജിസ്റ്റേർഡ് പ്രൈവറ്റ്. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ പഠിച്ച ഏതാണോ നിങ്ങളുടെ ഡിസിപ്ലിന്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ, ആ രീതിയിലായിരിക്കണം. ഇനി പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക്, റീഡ്, റൈറ്റ് മലയാളം എന്നുള്ളതാണ്. മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ സംസാരിക്കാനൊക്കെ അറിയുന്ന ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ BTechക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ BSc ഫിസിക്സ് പഠിച്ച ആളുകൾക്കും, ഫിസിക്സ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് BSc ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു യൂണിഫോം പോസ്റ്റാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഇയറിലെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ടോട്ടൽ അഡ്വൈസ് ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ അഡ്വൈസ് 16 ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടില്ല. അതായത് കേരള PSCയുടെ ട്രെൻഡ് മാറ്റത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരള PSC റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നതിന് മുന്നേ നിങ്ങൾ നോക്കണേ 2027 എക്സ്പയർഡ് ആകാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഇതിന്. എന്നിട്ട് പോലും കേരള PSC പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ഇതേപോലെ നേരത്തെ നോട്ടിഫിക്കേഷൻ വരും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ടോട്ടൽ അഡ്വൈസ്
16 അതേപോലെ പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 44. ഓക്കെ, പ്രീവിയസ് കട്ട് ഓഫ് 44 വന്നിരിക്കുന്നത്. അഡ്വൈസ് ഇപ്പം നിലവിൽ പോയിരിക്കുന്നത് 16 പേർക്കാണ് ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുള്ളത്. നിലവിൽ ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധി ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ആളുകൾക്ക് പോസ്റ്റിംഗ് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല വേക്കൻസീസ് ഇൻ ഫ്യൂച്ചർ കണ്ടുകൊണ്ടായിരിക്കണമല്ലോ അവർ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. സോ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയായിരിക്കും ഈ എക്സാമിൻ്റെ സിലബസ് ആയിട്ട് വരും? ഒരുപാട് പേർക്കുള്ള സംശയമായിരിക്കും അല്ലേ? കാരണം എല്ലാ ബ്രാഞ്ചസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിൽ എന്ത് സിലബസാണ് വരിക എന്നുള്ളത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് മെഷർമെൻറ്റ് സിസ്റ്റം ആണ്, 10 മാർക്സ് ഉണ്ട്. അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ 10 മാർക്ക് ഉണ്ട്. അതിൽ തന്നെ IT സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ എത്തിക്കൽ ഇഷ്യൂസ് 5 മാർക്ക് ഉണ്ട്. അതേപോലെ MS ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ് 5 മാർക്ക്. ഓക്കെ, കെമിസ്ട്രിയിൽ 30 മാർക്ക്, ഫിസിക്സിൽ 30 മാർക്ക്, മാത്തമാറ്റിക്സിൽ 30 മാർക്ക്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ സിലബസ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് സിലബസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വൈഡായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നും കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ BSc പഠിച്ചിട്ടുള്ള ഫിസിക്സ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ടും അതേപോലെ തന്നെ BTech കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എല്ലാ ബ്രാഞ്ചസുകാർക്കുള്ള ഒരു അവസരമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് വൈഡായിട്ടൊന്നും പഠിക്കാനില്ല. ഈ ടോപ്പിക്കുകളൊക്കെ കാണുമ്പോൾ എത്രയോ വൈഡായിട്ട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സിലബസ് നമുക്ക് ഓൾറെഡി PSc തന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ എക്സാമിൽ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സിലബസിൽ നിന്നുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.